കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത പെട്രോളിയം മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചടങ്ങിനെത്തിയ മന്ത്രിയായ തന്നെ പോലും SPG സംഘം ദേഹപരിശോധന നടത്തിയെന്ന് പറയുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സുരക്ഷാ പരിശോധനകളുടെ ഭാഗമാണെന്നും അവ എല്ലാവരും പാലിച്ചേ പറ്റും എന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. SPG സംഘത്തോട് താൻ കേന്ദ്ര മന്ത്രിയാണെന്ന് കേരള പോലീസ് പറഞ്ഞിട്ട് പോലും പതിവ് നടപടിയുടെ ഭാഗമാണെന്നും പരിശോധിച്ച ശേഷമേ വിടൂ എന്നുമാണ് അവർ പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയപാത ഉദ്ഘാടനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാതിരുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. കഴിഞ്ഞ ദിവസം തന്നോട് 4 സ്ഥലത്ത് വെച്ച് ആധാർ കാർഡ് ചോദിച്ചെന്നും അദ്ദേഹം പറയുന്നു. കേന്ദ്രമന്ത്രിയാണെന്ന് കൂടെയുള്ള ആളുകൾ പറഞ്ഞിട്ടും SPG തന്നോട് ആധാർ കാർഡ് കാണിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. തന്നെ അവർക്ക് നേരിട്ട് അറിയാം, എന്നിട്ടും അവർ ആ പരിശോധന നടത്തി. തനിക്കിത് നേരത്തെ അറിയാവുന്നത് കൊണ്ട് ആധാർ കാർഡിൻ്റെയും പാസ്പോർട്ടിൻ്റെയും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും എല്ലാം ഒറിജിനൽ തൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്നു. ആധാർ കാർഡ് പോരാ എന്നെങ്ങാനും അവർ പറഞ്ഞാലോ എന്ന് പേടിച്ചാണ് അങ്ങനെ ചെയ്തതെന്നും അതെല്ലാം എടുത്ത് അവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു എന്നും സുരേഷ് ഗോപി പറയുന്നു. നമുക്ക് ഓരോ സുരക്ഷാ വിഭാഗങ്ങളുണ്ട്. Z കാറ്റഗറി ഉണ്ട്, Z+ കാറ്റഗറി ഉണ്ട്, Y കാറ്റഗറി ഉണ്ട്. Y കാറ്റഗറിയിൽ തന്നെ 4ഓ 5ഓ വകഭേദങ്ങളുമുണ്ട്. ഇതെല്ലാം ആ ഉദ്യോഗസ്ഥർക്ക് പാലിച്ചേ പറ്റും. അതേപോലെ അമിത്ഷായും കയ്യിലുള്ള പാസ് കാണിച്ചു. എന്നാൽ അത് പോരാ, ആധാർ കാർഡ് കാണിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അമിത്ഷായെ അവർക്ക് നന്നായി അറിയാം. എങ്കിലും മറ്റുള്ളവരെ അടുത്തെല്ലാം പോയി ചോദിച്ച സ്ഥിതിക്ക് അമിത്ഷാക്ക് മാത്രം അങ്ങനെ ഒരു പരിഗണന നൽകി എന്ന കാര്യം പുറത്തു വരാൻ പാടില്ല. അതുകൊണ്ട് അവർ ചോദിക്കുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ആധാർ കാർഡ് ചോദിച്ചതിൽ മന്ത്രി MB രാജേഷ് അതൃപ്തി പ്രകടിപ്പിച്ച സംഭവത്തിനുള്ള മറുപടി കൂടിയായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം. ഇത് കൂടാതെ ഇന്നലെ എന്നെ ഒരു സ്ഥലത്ത് ഫ്രിസ്ക് ചെയ്തെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പ്രധാനമന്ത്രി വരുന്ന പെട്രോളിയത്തിന്റെ പരിപാടിയിലേക്കാണ് ഞാൻ ചെല്ലുന്നത്. എന്നെ ഫ്രിസ്ക് ചെയ്തു. ദേഹപരിശോധനക്കാണ് ഫ്രിസ്ക് എന്ന് പറയും. കേരള പോലീസ് അപ്പോഴും പറഞ്ഞിരുന്നു ഇത് സെൻട്രൽ മിനിസ്റ്ററാണെന്നും. എന്നാൽ ഇതൊരു പതിവ് നടപടിക്രമമാണെന്നും ഇത് ചെയ്യണമെന്നുമാണ് അവർ പറഞ്ഞത്. പരിശോധിച്ചിട്ട് തിരിഞ്ഞു നിൽക്കണമെന്ന് തന്നോട് പറഞ്ഞു. പുറകിലും പരിശോധിച്ചു. അവിടെ എന്തോ ലോഹഭാഗമുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപി ഷർട്ട് പൊക്കി കാണിച്ചിട്ട് താൻ ധരിച്ചിരിക്കുന്ന ബെൽറ്റിന്റെ ബക്കിളാണ് ആ ലോഹഭാഗം എന്ന് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അവർ വിട്ടത് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ദേശീയപാത നിർമ്മാണ ഉദ്ഘാടനം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. നിലവിലെ അവകാശവാദങ്ങൾ രാഷ്ട്രീയമായി മാത്രം കണ്ടാൽ മതി. ആരെയൊക്കെ വിളിക്കണം എന്ന കാര്യം സംസ്ഥാന സർക്കാരാണ് ആവശ്യപ്പെടേണ്ടത്. ഇപ്പോൾ നടക്കുന്നതെല്ലാം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രചാരണം മാത്രമാണെന്നും സുരേഷ് ഗോപി പറയുന്നു. ആ വേദിയിൽ ആരൊക്കെ പങ്കെടുക്കണം എന്നത് സംബന്ധിച്ച SPGയുടെ ക്രമീകരണമുണ്ട്. അത് നമ്മൾ പാലിക്കണം. വിവാദം അനാവശ്യമാണെന്ന് പറയുന്നില്ല. അവരുടെ രാഷ്ട്രീയത്തിന് അത് ആവശ്യമാണ്. അവർക്ക് അങ്ങനെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. സമാന്തര ഉദ്ഘാടനം നടത്തുകയാണെങ്കിൽ താൻ എത്ര സമാന്തര ഉദ്ഘാടനം നടത്തണം? MP ഫണ്ട് കൊടുത്തിട്ട് അത് ചെയ്യാൻ അനുവദിക്കാത്ത രാഷ്ട്രീയവും ഇവിടെ ഉണ്ടെന്നും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന ഈ സമയം ഇതൊന്നും പറയേണ്ട കാര്യമില്ലെന്നും കൂടെ സുരേഷ് ഗോപി പറഞ്ഞു.